ഞാൻ ഇപ്പോൾ എത്തി നിൽക്കുന്നത് നമുക്ക് ആക്ടർ എന്ന് വിളിക്കാം, ഡാൻസർ എന്ന് വിളിക്കാം, അതുപോലെ ഇൻഫ്ലുവൻസർ എന്നൊക്കെ വിളിക്കാൻ വരുന്ന ഒരു അടിപൊളി കപ്പിളിൻ്റെ വീട്ടിലാണ്. ഞാനിപ്പോൾ അർജുൻ്റെയും സൗഭാഗ്യയുടെയും വീട്ടിലാണ്. നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം, ഇതൊരു മിനി സൂ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഇല്ലാത്തൊന്നുമില്ല. ഇവിടെ ബേർഡ്സ് ഉണ്ട്, പല ഇനത്തിലുള്ള ഡോഗ്സ് ഉണ്ട്, അതുപോലെ ആടുണ്ട്, കാളയൊക്കെ ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇവരുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചാൽ. നമുക്ക് അതോട്ടായാലും ഉരുളക്കുപ്പേരിയിൽ നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. ആ എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് പറയോ? അത് എന്നെ കാണാൻ കിട്ടാത്തതുകൊണ്ട് എന്റെ ഭാര്യ എന്റെ കൂടെ സെറ്റിൽ വന്നതാണ് ആ സംഭവം. അതാണ് തന്നെ അതൊരു വർക്ക് പോലെ ഫീൽ ചെയ്തിരുന്നില്ല. എല്ലാരുമായിട്ട് നമ്മുടെ ഫാമിലി ഫുള്ളായിട്ട് നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്തതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ഇന്റർവ്യൂ തന്നെ. അപ്പൊ മനസ്സിലായില്ലേ നമ്മൾ എങ്ങനെയായിരുന്നു. നമ്മളോടൊപ്പം വളരെ 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 സ്പെഷ്യലായിട്ട് 3 ഗസ്റ്റുകളാണുള്ളത്. അർജുൻ, സൗഭാഗ്യ, പിന്നെ നമ്മുടെ കുട്ടി സുദർശന. ഹായ്. അന്നപ്പോൾ ഞാൻ പേരൊക്കെ തെറ്റിച്ച് എനിക്ക് ഒരു വഴക്ക് കിട്ടിയിട്ടിരിക്കുന്നേ ഉള്ളൂ. എന്താ കൊച്ചിന് ഭയങ്കര വലിയ പേര് സുദർശന. കൊച്ചു വലുതാവൂല അതുകൊണ്ട് ഓക്കെ. എനിക്ക് ഇവിടെ കയറിയപ്പോൾ ഞങ്ങളെല്ലാം ഒന്ന് അന്താളിച്ചാണ് കയറിയത്. കാരണം ഒരു മിനി സൂ ആണ്. നിങ്ങളത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വലിയ വലിയ പട്ടികൾ, പൂച്ചകൾ, തത്ത എല്ലാം ഉണ്ട്. പക്ഷെ വെറൈറ്റി ഒരു ഐറ്റം പുറത്ത് കിടപ്പുണ്ടല്ലോ. ഇപ്പൊ ഒരു കാള. ഇത് എപ്പോഴാ വന്നേ? അത് എനിക്ക് തന്നെ അറിയില്ലായിരുന്നു. അതൊരു ജല്ലിക്കെട്ട് കാണാൻ വേണ്ടി ഇവിടെ നിന്ന് പോയതാണ്. ഞാൻ വിചാരിച്ചു ജല്ലിക്കെട്ട് കാണാനായിരിക്കും പോകുന്നതെന്ന്. പോയിട്ട് വന്നപ്പോഴത്തേക്കും ജല്ലിക്കെട്ട് കാളയും കൂടെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. കാളയല്ല, കാളക്കുട്ടിയാണ്. കാളക്കുട്ടിയാണോ? എന്താ പെട്ടെന്ന് കാളേനൊക്കെ വളർത്താനൊരു? വളരെ സ്ട്രോങ് അങ്ങനത്തെ ഒരു ജീവിയായോണ്ട് തന്നെ വളർത്തിയാൽ കൊള്ളാം എന്നൊരാഗ്രഹം. അത്രേ ഉള്ളൂ. പിന്നെ അങ്ങനെ കോമൺ ആയിട്ട് എല്ലാവർക്കും ഇല്ലല്ലോ അത്. എന്തോ ഈ കാള കുഞ്ഞിലെ ഇഷ്ടമാണ്. പണ്ട് നാട്ടിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഇതേപോലെ അമ്മമ്മയുടെ വീട്ടിൽ കാളയൊന്നുമില്ല, പശു ഉണ്ടാവും. അപ്പം അങ്ങനെ തോന്നിയതായിരിക്കും. പിന്നെ എന്തോന്ന്, നമ്മളെ അനന്തഭദ്ര സിനിമ കണ്ടപ്പോഴത്തേക്ക് ദിഗംബരന്റെ വീടിന്റെ ഫ്രണ്ടിൽ ഒരു പോത്ത് വെപ്പുണ്ട്. അപ്പോഴേ എനിക്ക് വെട്ടുകല്ലിലൊരു വീടും ഒരു പോത്ത് വേണമെന്ന ആഗ്രഹം. പിന്നെ ഇപ്പൊ പോത്ത് നോക്കി ഗൂഗിൾ ചെയ്ത് നോക്കി ഒരുപാട് ആൾക്കാരുടെ കയ്യിൽ പോത്തുണ്ട്. ഞാൻ പയ്യെ പ്ലേറ്റ് അങ്ങ് മാറ്റി കാളയാക്കി. പേടിയൊന്നും തോന്നിയില്ലേ ഇത് വളർത്തുമ്പോ? എങ്ങനെയാണ്? എനിക്ക് പേടിയുണ്ടായിരുന്നു. കാരണം കാള ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ട് വീഡിയോയിലും ഫോട്ടോയിലും കണ്ടത്. നേരിട്ട് ഇത്ര അടുത്ത് ഞാൻ ആദ്യം ഈ കാളയാണ് കാണുന്നത്. ഇത് പറഞ്ഞപ്പോ റിയാക്ഷൻ എന്തായിരുന്നു? അങ്ങനൊന്നല്ല, ചേട്ടന്റെ കോൺഫിഡൻസിലാണ് ചേട്ടൻ പല ബ്രീഡിനെ ഇവിടെ വളർത്തുന്നത്. അപ്പൊ അതാണ് വേണ്ട. ഒരാളെങ്കിലും കോൺഫിഡന്റ് ആയിരിക്കണം വളർത്തുമ്പോ. പിന്നെ വളർത്തി തുടങ്ങിയപ്പോ കൊള്ളാം, അവൻ സ്നേഹം കാണിക്കുന്നൊക്കെ കാണുമ്പോ ഞാൻ ഫുൾ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോ അതിന്റെ അകത്ത് ഭയാനകമായ ഡിസ്ക്രിപ്ഷനൊക്കെയാണ് കൊടുത്തേക്കുന്നത് പുള്ളിനെ പറ്റി. പിന്നെ ഇപ്പോഴാണ് മനസ്സിലായത് അങ്ങനെയൊന്നുമല്ല, ചുമ്മാ പേടിപ്പിച്ച് എഴുതി വെക്കുന്നതാണ്. കുട്ടികളൊക്കെ പോലെ തന്നെ നല്ല സ്നേഹമൊക്കെ ഉണ്ട്. ഓക്കെ, അടിപൊളി. ഇനി പുതുതായിട്ട് എന്തെങ്കിലും ഇതുപോലെ എക്സ്പെരിമെന്റ് ചെയ്യാനൊക്കെ പ്ലാൻ ഉണ്ടോ? ആടിനെ വാങ്ങിച്ചല്ലോ. ആടുണ്ട്. ആടുണ്ടോ? ഇവിടെ പുറത്തുണ്ടോ? നമ്മൾ ഫാൻസി ബ്രീഡിനാണ് വാങ്ങിച്ചത്. ചൈനീസ് സിങ്ക് ഗോട്ടിനെയാണ് വാങ്ങിച്ചത്. ഭയങ്കര ഹെയറി ആയിട്ടുള്ള. കൊള്ളാം, നല്ല രസമുണ്ട്. അത് ഭയങ്കര പാവമാണ്, ചക്കരക്കുട്ടി. എനിക്ക് തോന്നുന്നു നിങ്ങൾ കുറച്ചും കൂടെ ഒന്ന് സിങ്കായി വരാൻ തന്നെ ഈ പെറ്റിനോടുള്ള ഭയങ്കര ഒരു സ്നേഹം. കാരണം എല്ലാവർക്കും ഇതിനോട് ഇത്ര ഒരു അറ്റാച്ച്മെന്റ് എല്ലാ വീട്ടിൽ വളർത്തണമെന്നൊന്നും കാണില്ലല്ലോ. അങ്ങനെ ഒരു ഫാക്ടർ ഉണ്ടോ? എനിക്ക് മെയിൻ ആയിട്ട് ചേട്ടൻ ഡോഗ് ലവർ ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും പെറ്റ്സിനൊക്കെ വളർത്തുന്നത് ഇപ്പോഴാണ്. എനിക്ക് മുമ്പേ ഡോഗ്സ് ആണ് ഉണ്ടായിട്ടുള്ളത്. ഇത്തരം ജീവികളൊക്കെ വളർത്തി തുടങ്ങിയത് ചേട്ടൻ വന്നതിന് ശേഷമാണ്. ഓഫ് കോഴ്സ് ആനിമൽസിനോടുള്ള സ്നേഹം നമ്മൾ ഉറപ്പായിട്ടും കണക്ട് ചെയ്തു. ഓക്കെ, അടിപൊളി. ഞാൻ കല്യാണം ശ്രദ്ധിച്ചപ്പോൾ വളരെ ഇന്റിമേറ്റ് ആയിട്ട് കുറച്ച് ആൾക്കാരെയൊക്കെ വെച്ച് ഗുരുവായൂരാണ് പരിപാടി നടത്തിയത്. ഇപ്പം നിങ്ങൾ സെലിബ്രിറ്റീസ് ഒക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ വലിയ രീതിക്ക് നടത്തുന്ന ഒരു എക്സ്പെക്ടേഷൻ ആയിരുന്നു എല്ലാവർക്കും. അതെന്തുകൊണ്ട് അത്രയും ചെറിയൊരു? അത് കഴിഞ്ഞിട്ട് നമ്മള് അന്ന് തൃശ്ശൂരായിരുന്നില്ലേ, അപ്പൊ ട്രിവാൻഡ്രത്ത് വന്നിട്ട് ട്രിവാൻഡ്രത്താണ് ഞങ്ങൾക്ക് 2 ഫ്രണ്ട്സ് കൂടുതൽ. അപ്പോൾ ട്രിവാൻഡ്രത്ത് വന്നിട്ട് ഒരു റിസപ്ഷൻ ഒക്കെ നടത്തണം എന്നുള്ള പ്ലാനിലായിരുന്നു. പക്ഷെ അപ്പോഴത്തേക്ക് നമ്മുടെ കല്യാണം കഴിഞ്ഞ ഒരു 1 വീക്കിനകത്ത് കോവിഡ് സ്റ്റാർട്ടായി. ഐ മീൻ കോവിഡ് അപ്പോഴേ കുഞ്ഞായിട്ടുണ്ട്. ഈ റെസ്ട്രിക്ഷൻസ് ഒക്കെ വന്നു. പിന്നെ അങ്ങനെ ഒരു ഫംഗ്ഷൻ നടന്നില്ല എന്നുള്ളൂ. പക്ഷെ ഈ പറഞ്ഞ പോലെ നമുക്ക് ആവശ്യമുള്ള എല്ലാവരും ഉണ്ടായിരുന്നു. ഇന്റിമേറ്റുള്ള എല്ലാവരും ഉണ്ടായിരുന്നു. വളരെ 2-3 ആൾക്കാർ ഒഴിച്ച് ബാക്കി എല്ലാവരും വന്നിരുന്നു. അപ്പൊ അവർക്ക് വരാൻ പറ്റാത്ത 2-3 പേരേ ഉള്ളൂ.
ബാക്കി എല്ലാവരും നമ്മൾ വിളിച്ച് എല്ലാവരും വന്നിരുന്നു. അപ്പൊ അർജുന്റെ ഒരു ട്രാൻസിഷൻ നമ്മൾ തുടക്കത്തിൽ അറിയുന്നത് ഡാൻസർ ആയിട്ടാണ്. അപ്പൊ അതിൽ നിന്ന് പെട്ടെന്നാണ് ആക്ടർ എന്നൊരു മോഡിലേക്ക് അങ്ങ് പോയത്. അപ്പൊ ആ ഒരു ഫേസ് എങ്ങനെയായിരുന്നു? ആ ഒരു ഓഫറും കാര്യങ്ങളൊക്കെ വന്നപ്പോ ചക്കപ്പഴത്തിന്റെ കാര്യം ചോദിക്കണേ. വെറുതെ ഇരുന്ന് എന്നെ വിളിച്ച് ടിക്ടോക്ക് ഒക്കെ ചെയ്യിപ്പിച്ചോണ്ടാണ് അങ്ങനെ വന്നത്. അല്ലെങ്കിൽ ഞാൻ പോകില്ലായിരുന്നു. എനിക്ക് അങ്ങനെ പ്ലാനേ ഇല്ലായിരുന്നു. ഓഫർ വന്നപ്പോ എന്താ തോന്നിയേ? അത് പുൾ ഓഫ് ചെയ്യാൻ പറ്റും? കാരണം അത് കയറി കഴിഞ്ഞിട്ട് എല്ലാവരുടെയും എന്റെ ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ, ആൾക്കാരണോ മറ്റേ വീട് വെക്കണം അങ്ങനെയൊന്നും എനിക്കില്ല. എനിക്ക് ഈ പെറ്റ്സിനെ കുറെ വളർത്തണം, എനിക്ക് ബൈക്കും കാറൊക്കെ വാങ്ങിക്കണം, അത് മാത്രമേ എനിക്കുണ്ടായിരുന്നു. അതിന് എന്ത് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞാൻ ചെയ്യും. അല്ലാതെ സ്ക്രീനിൽ കാണണം അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. എനിക്ക് എത്രയും പെട്ടെന്ന് വിളിച്ച് വീട്ടിൽ വരണം, വീട്ടിൽ ഇങ്ങനെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റണം, അതാണ് എന്റെ ആഗ്രഹം. അപ്പം ഈ അഭിനയിക്കാൻ പോയപ്പോഴത്തേക്ക് കൊള്ളാം, കുറച്ച് ദിവസം അഭിനയിച്ചിട്ട് കുറച്ച് ദിവസം ബ്രേക്ക് ഉണ്ട്. അപ്പൊ അഭിനയിക്കുന്ന സമയത്ത് നമ്മൾ കഷ്ടപ്പെട്ടാൽ മതി, അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വീട്ടിൽ റിലാക്സ് ചെയ്യാം. അങ്ങനത്തെ പണിയായപ്പോ അത് ഇഷ്ടപ്പെട്ടു. അത്രേ ഉള്ളൂ. ഭയങ്കര ലൈറ്റ് ആയിട്ട് ആദ്യമായിട്ട് അഭിനയിച്ച ഒരാള് പറയണേ. ആക്ച്വലി ടിക്ടോക്കും ഒന്നും കണ്ടിട്ടല്ല ഓഫർ വരുന്നത്. ഇതുപോലെ സംസാരം ഇന്റർവ്യൂസിലൊക്കെ കേട്ടിട്ട് ഉള്ള ഒരു സ്ലാങ്, സ്പോട്ടിൽ കൗണ്ടർ പറയുന്നത്, ആ ഒരു ഹ്യൂമർ സെൻസ്, ഇതൊക്കെ കണ്ടിട്ടാണ് ചക്കപ്പഴത്തിന്റെ ഓഫർ വരുന്നത്. അത് ആ ഒരു സംസാര ശൈലിയൊക്കെ വേണം എന്ന്, ആ ക്യാരക്ടറിനെ വേണം എന്ന് മനസ്സിലാക്കി ഡയറക്ടർ ഇങ്ങനെ വിളിക്കുന്നതാണ്. ടിക്ടോക്ക് വീഡിയോസ് ഒന്നും കണ്ടല്ലോ. ചെയ്തപ്പോ ഇപ്പം അഭിനയത്തോട് ഒരു ഭയങ്കര അഭിനിവേശമൊക്കെ വന്നു. അഭിനയത്തോട് അഭിനിവേശം വരാനും മാത്രമൊന്നും ഞാൻ വളർന്നില്ല. നമ്മള് ഇങ്ങനെ ഓരോ പുതിയ പുതിയ സംഭവങ്ങളൊക്കെ പഠിച്ചോണ്ടിരിക്കണല്ലോ. അല്ല, ലൈക്ക് എല്ലാവരുടെയും ആഗ്രഹം ഒരു ഫ്രെയിമിൽ വരണം, തിയേറ്ററിൽ സ്ക്രീനിൽ വരണം, അടിപൊളി കഥാപാത്രങ്ങൾ ചെയ്യാം, അങ്ങനെ കുറെ പേരുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു സാധനം ഉണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് കൂടുതൽ ഇഷ്ടം ഇതൊക്കെയാണ്. അപ്പം അത് ചെയ്യാൻ പറ്റുന്ന ഒരു ജോബാണിത്. അതുകൊണ്ട് എല്ലാം ചെയ്യുക, അത്രേ ഉള്ളൂ. ഭയങ്കരമായി ഇഷ്ടപ്പെടുന്നു ഇതിനെ. പിന്നെ ചെയ്തപ്പോ അല്ല, ഇപ്പം നമ്മളിപ്പോ ഒരു ആഹാരം വെക്കുമ്പോഴത്തേക്ക് അത് എല്ലാവരും കൊള്ളാന്ന് പറയുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും കുക്ക് ചെയ്യാൻ തോന്നുന്നു. എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പം ഇത് ഒരു ജോലി. ഇപ്പം ഞാൻ ചെയ്തപ്പോഴത്തേക്ക് എനിക്കൊരു ഫെയിം അല്ലെങ്കിൽ ഒരു പേര് അതിൽ നിന്ന് ഉണ്ടായപ്പോഴത്തേക്ക് മനസ്സിലായി ഇങ്ങനെ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് എന്നൊക്കെ ഉള്ളത്. അപ്പം കുറച്ചും കൂടെ അതിനെ കുറിച്ച് അറിയാൻ തുടങ്ങി അതിന് ശേഷമാണ്. അപ്പോൾ ചെയ്യുന്ന കാര്യം അംഗീകരിക്കുന്നുള്ളപ്പോൾ ഭയങ്കര സന്തോഷം. കുറച്ചും കൂടെ ഒക്കെ ചെയ്യണം, എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയാൽ കൊള്ളാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. ഭയങ്കര അക്സെപ്റ്റൻസ് ആയിട്ട്. കാരണം അതിനിടയ്ക്ക് മാറി നിന്നപ്പോ തന്നെ ഒരുപാട് പേര് എന്തിനാ മാറി നിൽക്കുന്നേ, നമുക്ക് ഇനി സ്ക്രീനിൽ കാണണം എന്ന്. അപ്പോഴാണ് ഞാൻ തിരിച്ചറിഞ്ഞത് ഞാൻ ഈ പണിക്ക് ഞാൻ കൊള്ളാന്ന്. അപ്പോഴ അല്ലെ ഫസ്റ്റ് ഷോട്ട് ഒക്കെ എടുത്തു കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഷോട്ട് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഫസ്റ്റ് ഷോട്ട് എന്ന് അവർ പറയുന്നതൊന്നും അല്ല നമ്മൾ സ്ക്രീനിൽ കാണുന്ന ഫസ്റ്റ് ഷോട്ട്. അപ്പൊ നമ്മളിപ്പം ഞാൻ ചെയ്ത ഒരു 4-ാമത്തെ ദിവസത്തെ 5-ാമത്തെ ദിവസം ഷൂട്ടാണ് ഫസ്റ്റ് എപ്പിസോഡായിട്ട് വന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ വിചാരിച്ചിരിക്കുന്ന സംഭവം അല്ലല്ലോ ഈ ഇതിനകത്ത് പോയി എന്താണെന്ന് അറിയുമ്പോഴത്തേക്ക്. എൻ്റെ എല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ള ജോലി. അതിനുമുമ്പ് ഞാൻ ടെക്നോപാക്ക് വർക്ക് ചെയ്തോണ്ടിരുന്ന ഒരാളാണ്. അപ്പം എനിക്ക് ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു. പിന്നെ ഇപ്പൊ എനിക്ക് തോന്നുന്നു മറ്റേ ഈ ആൾക്കാർ പറയല്ലോ ഇഷ്ടപ്പെടുന്നത് ചെയ്യുന്നതാണ് ശരിക്കും ജോലിയായിട്ട് തോന്നില്ല എന്ന് പറയണത്. അതുപോലെ എനിക്ക് സംസാരിക്കാനൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം എന്തെങ്കിലുമൊക്കെ അങ്ങനെയൊക്കെ പറ്റുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ പുതിയ പുതിയ ആൾക്കാരെ പരിചയപ്പെടാം, അങ്ങനെ കൊള്ളാം. എന്തെങ്കിലും ഉപദേശങ്ങളൊക്കെ താര കല്യാൺ മാമും മുത്തശ്ശിയൊക്കെ കൊടുത്തിരുന്നു? സപ്പോർട്ടൊക്കെ എങ്ങനെയാ? ആരെങ്കിലും ഉപദേശിച്ച് അത് കേൾക്കണ്ടെന്ന് പറഞ്ഞിരുന്നു എൻ്റെ അടുത്ത്. ആര് പറഞ്ഞു? അങ്ങനെ പറഞ്ഞിരുന്നു. ഓക്കെ. അത് ആക്ച്വലി അവര് വർക്ക് ചെയ്ത ഒരു ജോണറോ അല്ല ചേട്ടൻ ചെയ്തത്. അവരിതുവരെ അങ്ങനത്തെ ഒരു ഫീൽഡ് ചെയ്തിട്ടില്ല. സ്പോട്ടില് ഓൺ വോയിസ് വെച്ചിട്ട് അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് വർക്ക് അവർ രണ്ടുപേരും ചെയ്തിട്ടില്ല. അവർ എങ്കിലും എന്ത് തുടങ്ങിയാലും എനിക്ക് എന്നെ ആദ്യമായിട്ട് അഭിനയിപ്പിക്കുന്ന സൗഭാഗ്യയുടെ ഡാഡി ചെയ്ത ഒരു ഡയറക്ട് ചെയ്ത ഒരു സംഭവമാണ്. ടീച്ചറിന്റെ കൂടെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ എന്റെ തുടക്കം എപ്പോഴും ഈ പറഞ്ഞ പോലെ സൗഭാഗ്യയുടെ ഫാമിലിയുടെ കൂടെ തന്നെയാണ്. അതിനുശേഷം ഉരുളക്കുപ്പേരിയിൽ നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. ആ എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് പറയോ? അത് എന്നെ കാണാൻ കിട്ടാത്തതുകൊണ്ട് എന്റെ ഭാര്യ എന്റെ കൂടെ സെറ്റിൽ വന്നതാണ് ആ സംഭവം. അങ്ങനെയൊന്നുമല്ല, ഞാനത് എപ്പോഴും പറയുന്നതാണ്. നമ്മൾ എനിക്ക് വർക്ക് എന്താണെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഗോൾ, എന്തെങ്കിലും ഒരു ആഗ്രഹം കാണും, ആ ഒരു സംഭവം വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ ഒരു കാര്യം വർക്ക് ചെയ്യുന്നു. അങ്ങനെയാണ്. അന്ന് നമുക്ക് എന്തോ ഒരു സംഭവം ഉണ്ട്, എന്തോ വാങ്ങിക്കണം എന്ന് വിചാരിച്ചപ്പോൾ നമ്മൾ വിചാരിച്ചു രണ്ടുപേരും വർക്ക് ചെയ്യുമ്പോൾ ആ ഗോളിൽ അടുത്തോട്ട് പെട്ടെന്ന് എത്തുമല്ലോ, അതുകൊണ്ട് വർക്ക് ആയിട്ട്. അല്ല, ഞാൻ ഒരിക്കലും അഭിനയം ഭയങ്കര പാഷനായിട്ട് എടുക്കുന്നത്. എനിക്ക് എന്തെങ്കിലും ഒരു സാധനം വേണമെങ്കിൽ കുറച്ചധികം വർക്ക് ചെയ്താൽ അത് പെട്ടെന്ന് കിട്ടുമെങ്കിൽ വർക്ക് ചെയ്യും. അങ്ങനെ നിങ്ങൾ ഒരുമിച്ചായിരുന്നല്ലോ, അപ്പൊ കുറച്ചുകൂടി നമ്മൾ ഉദ്ദേശിക്കണ ഈ അഭിനയിക്കുന്ന ഒരു മോശം സംഭവം അങ്ങനെയൊന്നും അല്ല. പറഞ്ഞ മനസ്സിലായല്ലോ, ഓരോരുത്തർക്കും ഓരോ പാഷൻ ഉണ്ട്. നമ്മള് ഭയങ്കരമായി നമുക്ക് ഒരുമിച്ചിരിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണ്. നമ്മൾ ഒരുമിച്ചിരുന്ന് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ ഇപ്പൊ ഈ സൗഭാഗ്യ ഡാൻസ് ചെയ്താൽ എനിക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഡാൻസ് കാണാൻ. ഞാൻ കുഞ്ഞിലോട്ട് പഠിച്ചൊരു സംഭവമാണ്. കലാപരമായ എല്ലാം ഇഷ്ടമാണ്. അങ്ങനെയല്ല അപ്പം എന്തെങ്കിലും സൗഭാഗ്യ ഒരു കാര്യം പറഞ്ഞാൽ അത് കൊള്ളാമോ എന്ന് ചോദിക്കുന്ന സൗഭാഗ്യ വെറുതെ ഒരാളത് ഒരു ആസ്വാദകന്റെ അടുത്ത് ചോദിക്കുന്ന പോലെ അല്ല, ഞാൻ പഠിച്ചിട്ടുള്ള ഒരാളെന്ന് ചോദിക്കുമ്പോൾ കുറെ കൂടെ കണക്ട് ആവുമല്ലോ. അങ്ങനെ എനിക്ക് തോന്നുന്നു നമുക്ക് ഏറ്റവും ബെസ്റ്റ് നമ്മൾ തന്നെയായിരുന്നു. ആ സ്പേസ് ഷെയർ ചെയ്തപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? ഒരുമിച്ചായിരുന്നപ്പോ നല്ല രസമായിരുന്നു. വർക്ക് ചെയ്യുന്ന അതാണ് അതൊരു വർക്ക് പോലെ ഫീൽ ചെയ്തിരുന്നില്ല. എല്ലാവരുമായിട്ട് നമ്മുടെ ഫാമിലി ഫുള്ളായിട്ട് നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്തതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇന്റർവ്യൂ തന്നെ.
അപ്പം മനസ്സിലായില്ലേ നമ്മൾ എങ്ങനെയായിരുന്നു. കൊച്ചു എല്ലാവരുമായിട്ടാണ് നമ്മൾ സെറ്റിൽ പോകുന്നത്. അപ്പം വീട് പോലെ തന്നെ ഉള്ളൂ. അത് ഇടയ്ക്ക് അവർ പറയുന്ന ഒരു സ്ക്രിപ്റ്റ് നമ്മളവിടെ ആക്ട് ചെയ്യുന്നു പോകുന്നു, അല്ലാതെ ഭയങ്കര സീരിയസ് വർക്ക് ആയിട്ടില്ലായിരുന്നു. ഭയങ്കര ഹാപ്പി സെറ്റ് ആയിരുന്നു. അതിലേതെങ്കിലും ഇത് പ്രേക്ഷകരോട് പറയാൻ പറ്റും എന്തെങ്കിലും കോമഡി ആയിട്ട് നടന്ന ഇൻസിഡന്റോ നിങ്ങൾ ഇതിന്റെ ചിരിച്ചു അത് മൊത്തത്തിൽ സിറ്റ്കോം അല്ലേ, അപ്പൊ എപ്പൊ 24 മണി അതിൽ പറയാനുള്ള കോമഡി എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമ്മൾ ഭയങ്കരമായിട്ട് ഇപ്പം ഭാര്യയെ സപ്പോർട്ട് ചെയ്യാത്ത ഒരു ഹസ്ബൻഡിന്റെ കാര്യങ്ങൾ എതിർക്കുന്ന ഒരു ഭാര്യ, അങ്ങനെയാണ് പൊതുവെ എല്ലാ സീരിയലിലും പോകുന്നത്. പക്ഷെ നമ്മള് അങ്ങനെയല്ല. ഞങ്ങളായിട്ട് ബന്ധമില്ലാത്ത രണ്ട് നമുക്ക് ആർക്കും മനസ്സിലാവാത്തൊരു കാര്യം നമ്മൾ തമ്മിൽ ഭയങ്കര ഇതായിരിക്കും. എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് നമ്മൾ ഭാര്യയും ഭർത്താവായിട്ടിരിക്കുന്നത്. നമ്മളെ ഫ്രണ്ട്സിന്റെ ഇടയിൽ തന്നെ ഒരു അഭിപ്രായം വരുമ്പോഴത്തേക്ക് എന്റെ ഒരു കാര്യം പറയുമ്പോൾ ആദ്യം അത് വേണമെന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പിന് എന്റെ ഭാര്യ തന്നെയാണ്. ആദ്യം നിങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു കല്യാണം കഴിച്ചു. അതുകൊണ്ടായിരിക്കാം നമുക്ക് ഭയങ്കരമായിട്ട് ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു സാധനം വാങ്ങിച്ചാലോ എന്ന് വിചാരിക്കുമ്പോൾ തന്നെ സ്വാഭാവികം ഉറപ്പായിട്ട് അത് വാങ്ങിക്കുന്നു പറയാം. അല്ലാതെ ഇനി അതും കൂടെയോ ഒന്നൊന്നും ചോദിക്കാറൊന്നുമില്ല. എനിക്കിപ്പോ 2 കാറുള്ളപ്പോ ഒരു കാർ കൊണ്ട് വാങ്ങിച്ചാൽ കൊള്ളാന്നൊക്കെ തോന്നാറുണ്ട്. അപ്പൊ അതെന്തായാലും 2000 രൂപയ്ക്ക് അത് തീരുന്ന പ്രശ്നമല്ലല്ലോ. നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്യും. ആ പൈസ കിട്ടണത് എന്നാണോ അതുവരെ വർക്ക് ചെയ്ത് അങ്ങ് വാങ്ങിക്കും. ഇപ്പൊ നമുക്ക് അതുവരെ നമുക്ക് വേറെ ഒന്നുമില്ല. നമ്മൾ രണ്ടുപേരും ചിലപ്പം ദോശയും ചമ്മന്തിയും മന്ത്രത്തിൽ ജീവിക്കും. അത്രയ്ക്കൊക്കെ നമ്മൾ ചുരുക്കിക്കളയും. നമുക്ക് വർക്ക് വർഷിപ്പിനെക്കാട്ടിലും വർക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ അച്ചീവ് ചെയ്യാനുള്ള ഒരു ടൂൾ ആയിട്ടാണ് കാണുന്നത്. അതിപ്പം എന്ത് വർക്ക് ആണെങ്കിലും മരിച്ചു കിടന്ന് ചെയ്യുന്നു. ആഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക്. എനിക്ക് ഭയങ്കര ബ്ലെസ്സിങ് ആയിട്ട് തോന്നിയ ഒരു കാര്യം അമ്മയോടൊപ്പം സ്റ്റേജ് ഷെയർ ചെയ്യുക. അങ്ങനെ എല്ലാ ആർട്ടിസ്റ്റുകൾക്കും കിട്ടുന്ന ഭാഗ്യമല്ല ഡാൻസ് ചെയ്യുക. അപ്പം ആ ഒരു ആലോചിക്കാറുണ്ട് അങ്ങനെ എത്ര പേർക്ക് കിട്ടും. എനിക്ക് അത് അതൊക്കെ ഇപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത്. മുമ്പ് അങ്ങനെയൊന്നും റിയലൈസ് ചെയ്യുന്നത് അമ്മൂമ്മയുടെ അമ്മയുടെ കൂടെ ഒക്കെ സ്റ്റേജിൽ കയറുന്നു. ഇവൻ ഞാൻ ഡാൻസ് ചെയ്യുമ്പോൾ അച്ഛൻ മൃദംഗം വായിച്ചിട്ടുണ്ട്, അമ്മൂമ്മ പാട്ട് പാടുന്നു, എന്റെ അമ്മ നട്ടുവാങ്ങം ചെയ്യുന്നു, അങ്ങനെയൊക്കെ ഞാൻ സ്റ്റേ ചെയ്തിട്ടുണ്ട്. അതിന്റെ വാല്യൂ എന്താണെന്ന് ഇപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത്. അന്ന് എനിക്ക് അതൊന്നും മനസ്സിലാക്കാനുള്ള ഒരു ഇത് ആരോടെങ്കിലും പറയുമ്പോൾ അയ്യോ എന്തൊരു ഭാഗ്യം എന്ന് അവരുടെ റിയാക്ഷൻ എന്നാണ് ഞാൻ അത് റിയലൈസ് ചെയ്യുന്നത്. ശരിയാണല്ലോ, എത്ര പേർക്ക് അങ്ങനെയൊക്കെ പറ്റുന്നുള്ളൂ. ഈ ഇടയ്ക്കൊക്കെയാണ് അങ്ങനെ റിയലൈസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ സ്റ്റേജിൽ കയറി ഡാൻസ് കളിക്കുന്ന കാണുമ്പോഴാണ് ഞാൻ ഡാൻസ് ചെയ്യുന്നപ്പോ അപ്പൊ അമ്മ എങ്ങനെയായിരിക്കും ഫീൽ ചെയ്യുന്നതെന്നൊക്കെ റിയലൈസ് ചെയ്യുന്നത് ഇപ്പോഴൊക്കെയാണ്. ഓരോ സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോ റിയലൈസേഷൻ എല്ലാം ഇപ്പോഴാണ്. ഇപ്പൊ അതെനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും അതൊരു വലിയ ഭാഗ്യം തന്നെയാണ്. എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല. മോളെ ഇപ്പം ഡാൻസ് ട്രെയിനിങ് ഒക്കെ തുടങ്ങിയോ അതോ മോളെ ഇനി ഫ്യൂച്ചറിൽ ഒരു കസേരയിൽ ഇരിക്കാൻ പറഞ്ഞിട്ടിരിക്കണില്ല, അപ്പത്തേക്ക് പോയി നൈസായിട്ട് ക്യാമറക്ക് തടസ്സം ഉണ്ടാക്കാത്ത രീതിയിൽ ബാക്കിൽ കൂടെയാണ് പോയത്. അത് അങ്ങനെ പിടിച്ചു നിർത്തിയാ നിൽക്കുന്ന ഒരു ഏജ് ഒന്നും ആയിട്ടില്ല. കുറച്ചും കൂടെ പോട്ടെ, ഒരു 5 വയസ്സായിട്ട് നോക്കാം ഇൻട്രസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കാം. പിന്നെ എനിക്ക് അങ്ങനെ ടെൻഷൻ ഇല്ല. കാരണം അനു ഒക്കെ എനിക്ക് 2nd സ്റ്റാൻഡേർഡിലാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ ഇപ്പൊ നല്ല എനിക്ക് എന്റെ മോൾ അനുവിനെ പോലെ ഒരു ഡാൻസർ ആവണം എന്നാണ് ആഗ്രഹം. ആ ലെവലിൽ അനു ഇപ്പം പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പം ലേറ്റ് ആയ അങ്ങനെ ഒരു ഇന്ന ഏജ് ഗ്രൂപ്പ് ഒന്നുമില്ല. നേരത്തെ സ്റ്റാർട്ട് ചെയ്താലേ ഡാൻസിലോട്ട് വരുള്ളൂ, അങ്ങനെയൊന്നുമില്ല. ഇൻട്രസ്റ്റ് വരട്ടെ, സ്വമേധയായിട്ട് പറയട്ടെ. ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കണ്ടെന്നുണ്ട്. അറ്റ്ലീസ്റ്റ് നമ്മളെ വീട്ടിലെങ്കിലും അത് പറ്റുമല്ലോ. ഇപ്പൊ താല്പര്യം ഇല്ലെങ്കിൽ പഠിക്കണ്ട, പക്ഷെ താല്പര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്ന് പറയട്ടെ, പഠിക്കണം എന്ന് പറയട്ടെ, അപ്പൊ ട്രെയിൻ ചെയ്യിപ്പിക്കാം. ഏതെങ്കിലും ഒരു ഇൻസ്പിറേഷൻ പോലെ ആരെങ്കിലും നോക്കി കാണുന്നുണ്ട് ഈ ഒരു ഫീൽഡ് ഡാൻസർ എന്ന രീതിയിൽ നോക്കി കാണുമ്പോ ഭയങ്കരമായിട്ട് ഒരാള് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ എനിക്ക് അമ്മയല്ലേ പറയാൻ തോന്നുള്ളൂ, വേറെ ആരും എനിക്ക് അങ്ങനെ പറയാൻ തോന്നൂല. അപ്പാർട്ട് ഫ്രം മൈ മോം ചോദിക്കുകയാണെങ്കിൽ എനിക്ക് രമ വൈദ്യനാഥൻ, ദക്ഷിണ വൈദ്യനാഥൻ, അവർ രണ്ടുപേരും ഭയങ്കര ഇഷ്ടമാണ്. അവർ ഡാൻസിങ് മദർ ആൻഡ് ഡോട്ടർ ആണ്. അപ്പം നമുക്ക് നോക്കി കാണാൻ ഒരു തോന്നുമല്ലോ, ഇന്നൊരു ഗ്രൂപ്പിനെ ഇങ്ങനെ അവരെ ഫോളോ ചെയ്യണം, അവരിന്ന് ഇൻസ്പയർഡ് ആവാൻ തോന്നും. എനിക്ക് ആ ഒരു ഡാൻസിങ് ഡുവോ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അപ്പൊ ഞാൻ കുറച്ച് വാക്കുകൾ പറയാം. ഓക്കെ, ഒരു 10 വേർഡ്സ് ആയിരിക്കും. അപ്പൊ അതിൽ ഓരോ വാക്ക് കേൾക്കുമ്പോഴും നിങ്ങൾക്ക് മൈൻഡിൽ തോന്നുന്ന ഏതെങ്കിലും ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഒരു പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ എന്താ തോന്നുന്നത് പറയണം. ഓക്കെ, രണ്ടുപേരും പറയണം. ഫസ്റ്റ് ഹാപ്പിനെസ്. ഹാപ്പിനെസ് അല്ലേ? ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ വീട് തന്നെയാണ്. വീട്, ഹോം. ഞാൻ പറയണം ഡോഗ്സ്. ഡോഗ്സ്. വീടൊരു സന്തോഷമൊന്നും അല്ല, വീട്ടിനകത്തല്ലേ ഡോഗ്സ് ഉള്ളത്. അതൊരു പോയിന്റ്. കാരണം എന്നെ എപ്പോഴും ചേട്ടന് ചോദിച്ചു വെക്കാണ്, എന്റെ മൂഡ് പെട്ടെന്ന് ഹാപ്പി ആവണമെങ്കിൽ എനിക്കൊരു പപ്പിയെ കൊണ്ടുവന്ന് വെച്ചോ എന്ന് പറയാൻ ഞാൻ അപ്പം ഫുൾ സന്തോഷം. ലോ മെയിൻ്റെനൻസ് ആണ് ആള്. അയ്യോ, അതാ കൂടിയ ഡോഗ്സ് ആണ് ഇവിടെ. സോറി, നീ കൂടുതൽ സത്യങ്ങൾ പറയാൻ. സാഡ്നെസ്. വീട്ടില് ഡോഗ്സ് ഉണ്ടോ? ഇല്ല ഇല്ല. എന്താണ് ലോ മെയിൻ്റെനൻസ്? ഞാൻ മൊത്തത്തില് ലോ ജോലി ചെയ്യേണ്ടി വരും ഒരു പട്ടി വളർത്തണമെങ്കിൽ. അതാണ്. അല്ലാതെ വളർത്താം. അല്ല, നമുക്ക് നോർമൽ ഡോഗ്സ്. അതിനെ നമ്മളെ പട്ടി എന്ന് പറയാം, നമ്മളെ ഭ എന്നാണ് പറയാറ്. ഇത് പട്ടി എന്ന് പറയാൻ ട്രെയിൻഡ് അല്ലാത്ത ഡോഗ്സിനാണ്. ട്രെയിനിനെന്നല്ല പറഞ്ഞത്. ഇപ്പൊ ഡോഗിനെ വളർത്തുന്ന തന്നെ ഒരുപാട് രീതിയിലുണ്ട്. ട്രെയിനിങ് എന്നൊക്കെ പറഞ്ഞത് അതിന്റെ ഒരു പാർട്ടാണ്. ഗ്രൂമിങ്, ട്രെയിനിങ് തന്നെ ഇൻഡോർ ഔട്ട്ഡോർ ഒക്കെ വേറെ വേറെ ട്രെയിനിങ് ആണ്.
ആൾക്കാരത്ത് ബിഹേവ് ചെയ്യുന്നത് വ്യത്യാസമുണ്ട്. അപ്പൊ നിങ്ങളത് ട്രെയിനേഴ്സിനൊക്കെയോ നിങ്ങൾ തന്നെ നമ്മുടെ വലിയ ട്രെയിനറാണ്? ഇത്രയും ഞാൻ പറഞ്ഞിട്ട് മനസ്സിലായില്ലേ, എനിക്കിതൊക്കെ അറിയാം. സോറി. എന്റെ കുറെ പട്ടികളുണ്ടായിരുന്നു, ഒരു വക പറഞ്ഞ അനുസരിക്കില്ലായിരുന്നു. ഇങ്ങോട്ട് വാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകും. അപ്പൊ ഞാൻ അന്ന് വിചാരിച്ചിരുന്ന ഡോഗിനെ ട്രെയിൻ ചെയ്യാൻ പാടില്ല, അതിനെ പോലെ വളർത്തണം. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ നഷ്ടം ഉണ്ടായിരുന്നത് എന്റെ പട്ടികൾക്ക് തന്നെയാണ്. ഒരു സ്ഥലത്ത് അവരെ കൊണ്ടുപോകാൻ പറ്റില്ല, അവർ പറഞ്ഞ അനുസരിക്കില്ലല്ലോ ഒന്നും. പിന്നീട് ചേട്ടൻ്റെ അടുത്തോണ്ട് വന്നിട്ട് ചേട്ടൻ്റെ ഡോഗ്സ് ഒക്കെ പറഞ്ഞ അനുസരിക്കുന്ന കണ്ടപ്പോഴാണ് മനസ്സിലായത് നമ്മൾ ആദ്യത്തെ ഒരു 6 മാസം മെനക്കെട്ട് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ലൈഫ് സ്പാൻ മുഴുവൻ അവരെ അടിപൊളിയായിട്ട് ജീവിക്കും. അപ്പൊ അതാണ് ഞാൻ ഉണ്ടാക്കിയ ഒരു മിസ്റ്റേക്ക്. അതിൽ നിന്നാണ് ഞാൻ പഠിച്ചത് ട്രെയിനിങ് ഒക്കെ വേണം. ട്രെയിനിങ് ഇല്ലാതെ ഒന്നും നമുക്ക് ചുമ്മാ പട്ടി അതിന്റെ സ്വാതന്ത്ര്യം അങ്ങനെയൊന്നും നമുക്ക് പ്രസംഗിച്ചുകൊണ്ട് പട്ടിയെ വളർത്താൻ പറ്റില്ല. പിള്ളേരെ നമുക്കൊരു ബേസിക് ട്രെയിനിങ് ഒബീഡിയൻസ് ഒക്കെ പറഞ്ഞു കൊടുക്കില്ല, അതേപോലെ ഡോഗ്സിനും അത് ആവശ്യമാണ്. അത് അവരുടെ നല്ലത്. ഇങ്ങനെ ഇത്രയൊരു ഡോഗ്സിനോട് സ്നേഹം ഇതൊക്കെ തോന്നി തുടങ്ങിയത് നമ്മളെ കുഞ്ഞിലെ കണ്ടിരുന്ന കാർട്ടൂൺസ് ഒക്കെ എന്തെടുത്ത് നോക്കിയാൽ അതിനകത്ത് ഒരു ആനിമൽ റിലേറ്റഡ് കാർട്ടൂൺ ആയിരിക്കും. ജംഗിൾ ബുക്ക് എടുത്ത് നോക്കിയാൽ അതിനകത്ത് ഫുൾ ആനിമൽസ് ഒരേ ഹ്യൂമനുമാണ് മെയിനായിട്ട്. പിന്നീട് കുറച്ച് ആൾക്കാർ ക്യാരക്ടേഴ്സ് ഒക്കെ വരുന്നു പറഞ്ഞാൽ, പിന്നെ ഫാൻറ്റം, ടാർസൺ, എന്തെടുത്താലും നമ്മൾ കാണുന്നില്ല. അങ്ങനെ ഹീമാന് പെറ്റായിട്ടൊരു ടൈഗർ ഉണ്ട് എന്ന് പറഞ്ഞ പോലെ, ഫാൻറ്റത്തിന് കുതിരയും ഇതുണ്ട് എന്ന് പറഞ്ഞ പോലെ എല്ലാം അങ്ങനെയാണ്. ഞാൻ കാർട്ടൂണൊക്കെ തന്നെയാണ് ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്. ഞാൻ കാണുന്ന ഹെയ്ഡി എന്ന് പറഞ്ഞിട്ടൊരു കാർട്ടൂൺ, അതിൻ്റെ അകത്ത് ആ കുട്ടിയുടെ ഡോഗ് ജോസഫ്. എനിക്ക് അന്നോട്ട് എനിക്കൊരു ജോസഫ് വേണമെന്ന് ഭയങ്കര ആഗ്രഹം. ജോസഫിന് ആഗ്രഹിച്ച എനിക്ക് അമ്മ എടുത്തുന്ന പഗ്ഗിനെയാണ്. സെയിൻ ബെർണാർഡിനെ ചിന്തിച്ചോണ്ടിരുന്ന ഞാൻ എനിക്കൊരു പഗ്ഗിനായിരുന്നു, എന്നെ പഗ്ഗെങ്കിൽ പഗ് എന്ന് പറഞ്ഞു. ഓക്കെ, രണ്ടാമത്തെ വാക്ക് സാഡ്നെസ് പറഞ്ഞു. ഈ വളർത്തുന്ന ജീവികൾക്ക് എന്തെങ്കിലുമൊക്കെ പറ്റിയാൽ തന്നെ ഒരു വലിയ സാഡ്നെസ് ആണ്. ഞാൻ ഇടയ്ക്ക് ടോവിനോട് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ടോവിനോട് ഒരു പെറ്റ് പാരക്കീറ്റ് മരിച്ചു പോയപ്പോഴത്തേക്ക് പുള്ളിക്ക് സൺകോണിയറാണ്. അത് അടുത്ത് പറയണം എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാര്യം പറഞ്ഞ ആൾക്കാർ എങ്ങനെ എടുക്കും എന്ന് ആലോചിച്ച് ഞാൻ വിഷമിച്ചിട്ടുണ്ടെന്ന്. അത് ഭയങ്കര കറക്റ്റാണത്. ഞാൻ എൻ്റെ ഒരു പട്ടി മരിച്ചു കഴിഞ്ഞാൽ ഡിഗ്രിക്ക് പഠിക്കുമ്പം കോളേജിൽ ഒരാഴ്ച പോയില്ല. അത് കഴിഞ്ഞ് വിശേഷം ചോദിക്കാൻ വന്നൊരു പെങ്കൊച്ച് വന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു എന്ത് പറ്റുന്നപ്പോൾ ഞാൻ അങ്ങനെ ഞാൻ ബാഗ് എടുത്തിട്ട് ഞാൻ പെങ്കൊച്ച് ബോധം കിട്ടും എന്നാണ് തോന്നുന്നത്. വെറുതെ അല്ല, അതാണ് അങ്ങനെ ഉപദ്രവിക്കേണ്ട അവസ്ഥയിലോട്ടൊക്കെ പോകും നമ്മൾ. അതുകൊണ്ട് ടോവിനെ പറഞ്ഞാൽ എനിക്ക് കറക്റ്റായി. നമ്മള് എന്ത് പറ്റിയെന്ന് വെച്ചപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു പട്ടി മരിച്ചു കൊണ്ടാണ് അവൻ വരാത്തതെന്ന് പറഞ്ഞു. അവൻ്റെ പട്ടിക്കുട്ടി മരിച്ചു പോയി ആപ്പ് പട്ടി അത് ഇട്ടാൻ വരാത്തതെന്ന് പറഞ്ഞു. കൊന്നില്ലെന്നേ ഉള്ളു അങ്ങനെ പറഞ്ഞ ആള്. എനിക്ക് എന്താ പറയാ, ഞാനൊരു 6th ഒക്കെ ആയിരുന്നപ്പോ വരെ പ്രാവിനെ വളർത്തുമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പൂച്ച വന്ന് തിന്ന് ഞാനത് കണ്ടിട്ട്, എൻ്റെ 2 പ്രാവ് ജോഡിയായിരുന്നു, അതിനെ കൊന്നത് കണ്ടിട്ട് മറ്റേ പ്രാവ് എപ്പോഴും പുറത്തോട്ട് തിരിച്ചു വരും. പിന്നെ അതിന്റെ അന്ന് രാത്രി അത് മേളില് വീടിന്റെ ഷെഡിൽ കയറിയിരുന്നു. വിളിച്ചിട്ട് വരുന്നില്ല. 2 ദിവസം അത് അവിടെ ഇരുന്നിട്ട് പിന്നെ പറഞ്ഞു, പിന്നെ ഒരിക്കലും വന്നില്ല. അപ്പൊ എനിക്ക് കുഞ്ഞിലെ ട്രോമയായി. പിന്നെ നമ്മൾ ഈ ട്രോമയായി കഴിഞ്ഞാൽ നമുക്ക് വളർത്തി എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എന്ത് വെച്ചാൽ ഞാൻ ഇങ്ങ് മനഃപൂർവ്വം വേണ്ട, എനിക്കൊന്നും വേണ്ടെന്നാണ് ഞാൻ അങ്ങനെ അങ്ങ് ഈ സാധനം എനിക്ക് മനസ്സിലാവും. അതുകൊണ്ട് അങ്ങനെ വേണ്ടെന്ന് വെച്ചാ ഓക്കെ. അതിന്റെ സൊല്യൂഷൻ വേറെ ഉണ്ട്, അത് അന്വേഷിച്ചില്ല. വേറൊരു ഫീമെയിലിനെ വാങ്ങിച്ചിട്ടാ ശരിയാവുമല്ലോ. പക്ഷെ അത് നിന്നില്ല, അത് പറന്നു പോയി. അത് താഴെ ഇറങ്ങി വന്നില്ല. അത് പിന്നീടല്ലേ മോളിൽ പോയത്, 2 ദിവസം കഴിഞ്ഞിട്ടല്ലേ പോയത്. 2 ദിവസം കഴിഞ്ഞു. ഓ, അതിന്റെ ഇടയ്ക്ക് ആ ബുദ്ധി ഞാൻ 6ാം ക്ലാസ്സിലല്ലേ എനിക്ക് പോയില്ല. 6ാം ക്ലാസ്സിൽ ഒരു കുട്ടി ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ താമസിക്കാൻ പറ്റുള്ളൂ, വേറെ വലിയ ആൾക്കാരില്ലേ. അവർക്ക് ചിലപ്പോ പ്രാവ് ഇഷ്ടമല്ലായിരിക്കും. അതാണ് വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ്. ആണോ? ഓക്കെ. സാഡ്നെസ് പറയുമ്പോ ഒരാളുടെ മുഖമാണ് എനിക്ക് ഓർമ്മ. എന്റെ അച്ഛൻ ഇല്ലാത്ത ഒരു വലിയ വിഷമം തന്നെയാണ്. പിന്നെ ഇപ്പം എന്താ പറയണേ, ഞങ്ങളുടെ വലിയൊരു ഫാമിലി ചുരുങ്ങി ഒരു കുട്ടി ഫാമിലി ആയിപ്പോയി. അതൊരു വിഷമം തന്നെയാണ്. ഓക്കെ, അടുത്ത വാക്ക് പറയട്ടെ. ഉഡായിപ്പ്. കൊറേ മുഖങ്ങളൊക്കെ പെട്ടെന്ന് ഇപ്പൊ ഒന്നും ഓർമ്മ പറഞ്ഞില്ല. അല്ലെങ്കിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ. ഇഷ്ടമാണോ ഉഡായിപ്പ്? ഉഡായിപ്പ് ഈ കാണിക്കുന്നവരെ ഒരു തെങ്ങിലൊക്കെ പിടിച്ച് കെട്ടി വെച്ചിട്ട് കാർ കൊണ്ട് ചിടിച്ച് കൊന്നളണമെന്നാണ് എനിക്ക് പറയാം. അയ്യോ, നീ ആരാണ് മനസ്സിലാലോചിച്ച കിട്ടിയെന്ന് തോന്നുന്നു. എനിക്ക് ആരുടെയൊക്കെ പേരിങ്ങനെ കൺഫ്യൂഷൻ ഇന്റർവ്യൂ കഴിഞ്ഞ് ചോദിക്കാം. കുഞ്ഞു ഉഡായിപ്പാണെങ്കിൽ ഇവിടെ നമ്മൾ ആശമ്മയുടെ ഇടയിൽ കാണിക്കാറുണ്ട്, എന്റെ പട്ടിക്കുട്ടികൾ കാണിക്കാറുണ്ട്, നമ്മുടെ മോള് കാണിക്കാറുണ്ട്. പറഞ്ഞു അങ്ങനെ. അത് ഈ പറഞ്ഞ പോലെ ചില ഉടായ്പകൾ ഭയങ്കര എൻജോയ് ചെയ്യാൻ തോന്നും, ചില ഉടായ്പ ഈ പറഞ്ഞ പോലെ നേരത്തെ തോന്നിയ പോലത്തെ ഒരു ദേഷ്യം തോന്നും. അത് ഡിപ്പെൻസ് അപ്പോൺ ഏത് സമയത്ത് എങ്ങനത്തെ രീതിയിൽ ഉടായ്പ ആൾക്കാർ കാണിക്കുന്നു എന്നുള്ളതിലാണല്ലോ. കൊച്ചു ഉടായ്പകളൊക്കെ ഇഷ്ടമാണ്, ചെയ്യാറുണ്ട്.
ഉണ്ടായിരിക്കാം. നമ്മളൊരു ഉടായ്പ ചെയ്യാം, നമ്മൾ ആരെങ്കിലും ഉടായ്പ അങ്ങനെ എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ചെയ്യണവരുണ്ട് കേട്ടോ, ശരിയാണ്. ഡെയിലി ബേസിസിൽ ഇതൊക്കെ ആലോചിച്ച് ചെയ്യുന്നവരുണ്ട്. അതെ അതെ. പറഞ്ഞോ. എനിക്ക് ചില ആൾക്കാരുടെ പേരാണ് പക്ഷെ എനിക്ക് പറയാൻ പറ്റൂല, അതുകൊണ്ട് ഞാൻ മനസ്സിൽ വെക്കാം. ഈ ആൻസർ ഞാൻ സ്കിപ്പ് ചെയ്യാം. ഉടായ്പെന്ന് പറയുമ്പോഴേ എനിക്ക് ചിലരുടെ പേര് വേണ്ട. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. നമ്മളിപ്പോ ഒരു സംഭവത്തിന് നമ്മളത് ഉടായ്പായിട്ട് എടുത്ത, ഇപ്പൊ മോള് ആഹാരം കഴിക്കാൻ സമയമാകുമ്പോ അയ്യോ ഞാൻ അച്ഛൻ്റെ അടുത്ത് പോകണമെന്ന് പറയാം, എന്റെ ചേട്ടൻ അച്ഛന്നാണ് എന്ന് പറഞ്ഞാൽ അതൊരു ഉടായ്പായിട്ട് വേണമെങ്കിൽ കാണാം. പക്ഷെ ചിലപ്പം ചില ആൾക്കാർ അതിനായിരിക്കും ഉടായ്പായിട്ട് എടുക്കണം. ചില ആൾക്കാർ ഭയങ്കര പൈസ ഇപ്പൊ തട്ടിപ്പ് നടത്തുന്നതായിരിക്കും ഉടായ്പായിട്ട്. ഓക്കെ, പറഞ്ഞോ. ഞാൻ പറഞ്ഞില്ലേ, പറയുന്നില്ല. ശരിയാ, മറന്നു. ലക്ക്, ലക്ക് എന്ന വാക്ക് കേൾക്കുമ്പോൾ എന്താ തോന്നുന്നത്? നിങ്ങൾക്ക് സ്റ്റോറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പറയാം. എന്ത് കാര്യം ചെയ്യുമ്പോൾ കുറച്ചും കൂടെ അതിന് കുറച്ച് ലക്കും കൂടെ നമ്മളെ ഫേവർ ചെയ്താൽ നല്ലതായിരിക്കും തോന്നിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, എനിക്ക് വേറെ 2-3 ഫ്രണ്ട്സിനെ അറിയാം സീരിയലൊക്കെ ചെയ്യണം. സീരിയൽ ചെയ്യണതിന് മുമ്പുള്ള കാര്യമാണ് പറഞ്ഞത്. വളരെ ഫേമസ് ആയിട്ടുള്ള സീരിയലൊക്കെ ചെയ്തിട്ടുള്ളവർ തന്നെ അത്രയും ഭയങ്കര ഫെയിം ഒന്നും കിട്ടിയിട്ടില്ല. അപ്പം എനിക്ക് കുറച്ച് ലക്കും കൂടെ ഉണ്ടാകുന്നതുകൊണ്ടാണ് ഒരു ഫസ്റ്റ് സീരിയൽ ചെയ്തപ്പോൾ തന്നെ എൻ്റെ പേര് പുറത്തു വന്നത്. ഞാൻ ലക്കാണെന്ന് വിശ്വസിക്കുന്നു. ആൾക്കാർ ഇത്ര ഇഷ്ടപ്പെട്ടതും പെട്ടെന്ന് പുറത്ത് പോയപ്പോഴത്തേക്ക് തിരിച്ചറിഞ്ഞിട്ട് ഒരു സീരിയൽ, ഒറ്റ സീരിയലൊന്നും ഒരു ആക്ടർ മാറുമ്പോൾ ആ ആൾ വേണം എന്ന് പറഞ്ഞ് ഇത്രയും കമൻ്റ് ഒക്കെ ചെയ്ത് 2-3 വർഷമൊക്കെ ചേസ് ചെയ്ത് കമൻറ്റ് ചെയ്ത ആൾക്കാർ എൻ്റെ ഇതിലുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ റിക്വസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് തിരിച്ച് വരാമോ എന്ന് ചോദിച്ചിട്ട് കുറേ നാൾ കഴിഞ്ഞ് വീണ്ടും ആ റിക്വസ്റ്റ് എടുത്ത് നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് സോ ഹാപ്പി ദാറ്റ് യു ആർ ബാക്ക് എന്നൊക്കെ മെസ്സേജ് അയക്കുമ്പോഴത്തേക്ക് ശരിക്കും ഭയങ്കരമായ ഒരു സന്തോഷമൊക്കെ തോന്നാറുണ്ട്. ഒരു പരിചയമില്ലാത്ത ഒരാളല്ലേ മെസ്സേജ് അയക്കുന്നത്. ബാക്കിയുള്ളവരുടെ സ്നേഹം കിട്ടുക എന്ന് പറയുന്നത് അത് എൻ്റെ ഒരു ഭാഗ്യമാണ്. മാത്രല്ല ഒരു ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാള് ഉറപ്പായിട്ടും സക്സസ്ഫുൾ ആകണം എന്ന് നിർബന്ധമില്ല. അങ്ങനെ തോന്നുന്നുണ്ട്. സത്യമാണ്. പിന്നെ എത്രയോ കഴിവുള്ള ആൾക്കാരെ തിരിച്ചറിയാതൊക്കെ ആൾക്കാരിരിക്കുന്നു. അതുകൊണ്ട് അതൊരു ഭാഗ്യവും കൂടെ വേണം. അതെ, എനിക്ക് ലക്ക് സുദർശന ആണ് എനിക്ക് അങ്ങനെ പറയാൻ തോന്നിയത്. കാരണം സുദർശന ഒരു ലക്കി ചാം തന്നെയായിരുന്നു. സുദർശന വന്നതിന് ശേഷം ലൈഫ് ട്രമെൻഡസ്ലി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് ലൈഫിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പം ഞാൻ എപ്പോഴും, നമ്മുടെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എപ്പോഴും ഒരു ചൈൽഡ് ഒരു ഫാമിലിയിലേക്ക് വരുമ്പം കുറെ ലക്കായിട്ടായിരിക്കും വരുന്നതെന്നുള്ളത്. നമ്മളത് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം എനിക്ക് ലക്ക് എന്ന് കേൾക്കുമ്പോൾ ഫോർ മീ സുദർശന. അടിപൊളി.